Nilambur by-election brought to you by Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ ആര്യടൻ ഷൗക്കത്തിന് ഒരു മേൽക്കോയ്മയുണ്ട്. അത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ ആൾക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട്? തിരക്കടില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ ആൾക്കാർ കൈപ്പത്തി ജയിച്ചു. എത്ര ആളെ നമ്മളെ ആൾക്കാർക്ക് തന്നെ കയ്യിലെ ആൾക്കാർ തന്നെയാണ്. ബാപ്പുട്ടിക്ക് ജയിക്കുള്ളൂ. കയ്യിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെ പോകുന്നുണ്ട്? ഷൗക്കത്തിന് തന്നെ. അല്ല, സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയല്ലേ? സ്വരാജ് ഇവിടെയുള്ള ആളല്ലേ? സ്വരാജ് ഇവിടെ ഉള്ള ആളാണെന്ന് അറിയണ്ട. അയാളെ അന്തർദേശീയ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും അറിയില്ല. പക്ഷേ ഇയാൾക്ക് എല്ലാം അറിയാം. ഞാനായിട്ട് വളരെ അടുപ്പമുണ്ട്. അപ്പൊ ഷൗക്കത്തിനാണ് വോട്ട്. ഓ, ഷൗക്കത്തിനാണ് സാധ്യത അല്ലേ? അടിപൊളി. തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ആർക്കടിയാ? ആര്യടൻ ഷൗക്കത്ത് ജയിക്കുമോ? 100% ഉറപ്പാണ്. സ്വരാജോ? തോൽക്കും. അത് ശരി. അപ്പൊ എത്ര വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും തോന്നുന്നു? 10,000 കിടക്കും. ഈ നിയോജക മണ്ഡലത്തിൽ പരമ്പരാഗതമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ശക്തമായ അടിവേരുള്ളൊരു സ്ഥലമാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട, ആര്യടൻ ഷൗക്കത്ത് ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും, ഒരു സംശയമില്ല. ഇത് പരമ്പരാഗതമായി എന്നും നിലമ്പൂർ കോൺഗ്രസിന് പേരോട്ടുള്ള സ്ഥലമാണ്. ഓരോരുത്തരും ആര്യാടൻ മുഹമ്മദിൻ്റെ ജീവാത്മാവും പരമാത്മാവും കെടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് നല്ല വിജയത്തോടുകൂടി ജയിക്കുന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. ഇത് മറ്റു ചില കാരണങ്ങളുടെ പേരിലാണ് കഴിഞ്ഞ 2 തവണ UDF ഈ നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടത്. ആ കാരണങ്ങൾ മുഴുവൻ ഇത്തവണ UDF അനുകൂലമാണ്. അന്ന് പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങൾ മുഴുവൻ അനുകൂലമാണ്. ഇത്രയും സാധാരണക്കാരായ ജനങ്ങൾ അത് ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദ് സാറിനോടുള്ള ആ പ്രതിബദ്ധതയും അവരോടുള്ള കടപ്പാടും തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. ആര്യടൻ ഷൗക്കത്ത് ജയിക്കും.